ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തിരുമ്പിയതൊക്കെ ഉണങ്ങി കിട്ടണം. നല്ല മഴയുള്ള സമയത്ത് നമുക്ക് തിരുമ്പാതെ കഴിയില്ലല്ലോ. അപ്പോൾ അതൊന്നും ഉണങ്ങി കിട്ടണം. അപ്പോൾ അതിനുള്ള ടിപ്പുകളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കുറേശ്ശെ കണ്ടാലും മനസ്സിലാവില്ല, ഫുള്ളായിട്ട് കാണട്ടാ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ പഴയതായതാണ് കേട്ടോ, അല്ലാതെ ചളിയും പൊടിയൊന്നുമല്ല. അപ്പോൾ നിങ്ങളൊന്നും കരുതണ്ട, വിചാരിക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ചെറിയ സാധനമായ മാസ്ക്, ടവല്, വലിയ സാധനങ്ങളായ തുണികൾ, ബെഡ്ഷീറ്റ്, സാരി, ജീൻസ്, ചവിട്ടി വരെ നമുക്ക് മഴയുള്ള സമയത്ത് എങ്ങനെ ഉണക്കുക എന്നുള്ള അതിനുള്ള എല്ലാ ട്രിപ്പുകളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഹാങ്കർ. അപ്പോൾ അതിലൊരു 3-4 ഹാങ്കറാട്ടെ നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഞാനിങ്ങനെ കമ്പി പോലത്തെ ഇതായിട്ട് എടുത്തുകൊണ്ടത്. അപ്പം നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കും ചെയ്യാം, കേടുവന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പം നമ്മളത് ഇങ്ങനെ വളച്ച് കാണ്ട് നമുക്കൊരു റൗണ്ട് പോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വളഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് പോലെ വളച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കി. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 അതേപോലെ വളച്ചെടുത്തുക്കണം കേട്ടോ. വളച്ചുകാണ്ട് നല്ല റൗണ്ടിൽ നമുക്കാണ് കിട്ടണം, ഒരു വളയം പോലെ. അപ്പോൾ നമുക്കിതിന് ആവശ്യം ഒരു 12 രൂപൻ്റെ ഒരു നൂൽക്കയറാട്ടാ. അത് മാത്രമേ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ. പിന്നെ അതിനകത്രം പണികളും ഇല്ലട്ടാ. മറ്റേത് ഉരുക്കുക, ഓട്ടാക്കുക, അങ്ങനെയൊന്നും ഒരു പണിയില്ല. നല്ല നമ്മളെടുത്തുള്ള ഈ ആങ്ങറൊന്ന് വളച്ച് കാണ്ടുള്ള പരിപാടിയാണ്. നല്ല ഈസി ആയിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് അതിൽ ഉണക്കിയെടുക്കുക. അപ്പോൾ അതിനുള്ള ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൂമിൽ ഒരു ഒന്നും വരില്ല. അതിനൊക്കെയുള്ള ടിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുണ്ടത് വളച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിയ കയറാണ് ഇട്ടത്. ഇതിന് 12 രൂപ വില ഉള്ളൂ. അപ്പോൾ വേറൊന്നും 2 കൊണ്ടുവന്ന്. അപ്പോൾ മോന് ഏതാ വേണ്ടിയത് എടുക്കാച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ പിന്നെ നല്ലതെന്ന് തോന്നിയത്. അപ്പോൾ ഇത് എടുക്കാം, മറ്റേതാണ്ട് കടയിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ ഇതിന് 12 രൂപ വില ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് അതിൽ ഉണ്ടാക്കിയിട്ടും പിന്നെ ഇനിയും ഉണ്ടാക്കാനുള്ള അത് ആകുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. അതിനത്രയും കയറാകുമ്പോൾ തന്നെ ഉണ്ട്. അപ്പം ഇനി ഇത് നമുക്കിതൊന്ന് കൂട്ടിക്കെട്ടണം കേട്ടോ. കൂട്ടിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുടഞ്ഞെടുക്കണം. അതൊന്നും വലിയ സിമ്പിളായിട്ട് പരിപാടിയാണ്, വലിയ പരിപാടിയൊന്നുമല്ല കേട്ടോ. എല്ലാവർക്കും ചെറിയ മക്കൾക്ക് വരെ ചെയ്താൻ പറ്റിയ പണികളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്താൽ കുട്ടികൾ അതേപോലെയാണ് ചെയ്തു തരും. അതിനത്രയും പണികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒക്കെ കെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നോക്കി, നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് മുടഞ്ഞെടുത്ത് അപ്പോൾ നല്ല ഉഷാറാക്കി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ മുടഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കത്രിക്ക് വെട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ വെട്ടി വെച്ചാൽ നമുക്ക് ശരിയായി അളവ് പാകമായി കിട്ടില്ല. അപ്പം ഇനി ഇതാ ഇതിൻ്റെ കൊക്കുണ്ടല്ലോ ആ വളഞ്ഞത്, അതിങ്ങനെ ഒന്ന് മേപ്പട്ടാക്കിക്കാണ്ട് ഞാൻ ഒന്നുകൊണ്ട് കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കമ്പി ആയതുകൊണ്ട് വേഗം കൈ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 നൂല് മേപ്പെട്ടു ഇങ്ങനെ കെട്ടി വെച്ചിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ഔത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഔത്തേക്ക് പോയിട്ടാ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ബെഡ്റൂമിലുണ്ടാവില്ല ബെഡ്റൂമിലെ ഡൈനിങ് ഹാളിൽ എവിടെ വേണമെങ്കിലും കെട്ടാം. അപ്പോൾ അങ്ങനെ ആ ഊക്കുമലി ഒരു കയറ് ഞാൻ മോനെക്കൊണ്ട് ഇടിച്ചിക്കണേ.
അപ്പോൾ ആ കയറുമ്മൽ നമ്മളൊരു കൊക്ക വേണം. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഒരു കൊക്ക ഉണ്ടായിട്ടാ. അപ്പോൾ അത് എടുത്തോണ്ട് നിൽക്കണം. എല്ലാവരുടെ അടുത്തും ഓരോ കൊക്കയൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ പിന്നെ ഒരു കമ്പീൻ്റെ എന്തെങ്കിലും വള എന്തെങ്കിലും പൊട്ടിച്ചിക്കാണ്ട് അതിങ്ങനെ എസ് പോലെ ഉണ്ട് വളച്ചെടുക്കണം. കൊക്കൊക്കെ ആയിട്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഇക്കാരെ കുളത്ത്. അപ്പോൾ അത് ആ കുളത്ത് അതുമ്മൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇതുമ്മക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര ആങ്ങർ വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഷർട്ട് പാൻറ്റ് ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പം നമുക്ക് പിന്നെ തുണികൾ ബെഡ്ഷീറ്റൊക്കെ ഇടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ടാ. അപ്പോൾ ഇതുമ്മേ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് ഇടാം. പിന്നെ കുട്ടികളെ യൂണിഫോം എല്ലാ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇടാം. ഇനി നമുക്ക് അധികം ഇടാനുള്ള തുണികളൊക്കെ ഉണ്ടാ, തുണികൾ അതൊക്കെയാണ്. അപ്പം ഇനി ഇതിന് ജനൽമൽ കെട്ടുണ്ടിച്ചിട്ട് നിങ്ങൾ ബേജാറാണ്ട. ജനൽമൽ കെട്ടിയാൽ നമുക്ക് ആവശ്യമുള്ള നേരത്തെ അത് ഊരുണ്ട് നോക്കേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു തല ജനൽമൽ കെട്ടുക. അപ്പം പിന്നെ ഞാൻ ജനൽമേൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയൽ കെട്ടലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കർട്ടന് താത്താൻ കഴിയണില്ല. അപ്പോഴാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു തല കൊണ്ടുവന്നുകാണ്ട് ഈ കൊക്കമ്മൽ ഇങ്ങനെ ഒരു ഊരാങ്കൂട് ഇട്ടുകാണ്ട് കൊളുത്തി വെക്കുക. അപ്പം നമുക്ക് പിന്നെ ജനൽ ഇപ്പോൾ ഈ മിന്നറിയണ നേരതുകൊണ്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടി മിന്നടിച്ചു. അപ്പോൾ ഈ കർട്ടൻ താത്താൻ കഴിയാത്തതുകൊണ്ട് വലിയ ഇടങ്ങേറില്ലേനിട്ടാ. അപ്പോൾ അതിനൊക്കെ നല്ല പരിഹാരമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ 2 ജനൽമക്കും ഞാൻ കെട്ടുന്നുണ്ട്. പിന്നെ ആങ്ങറുണ്ട്, അവിടേക്ക് കെട്ടുന്നുണ്ട്, അൾമാറിൻ്റെ അവിടേക്ക് കെട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാടായാലും എനിക്ക് കിട്ടിയിട്ടാണ്. അപ്പം നമുക്ക് പിന്നെ വേണ്ടാത്തത് നമുക്ക് കെടുക്കണമെങ്കിൽ നമ്മൾ റൂമിൽ പെരുമാറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ കുളത്തുമെന്ന് ഇതുണ്ട് കുളത്ത് ഊരിട്ടാൽ മതി. ഈ ജനൽമലും അവിടെയും ഇവിടെയും കെട്ടിയതൊന്നും ചെയ്യണ്ട. ഈ കുളത്തുതാ ഇതെണ്മെന്നുണ്ട് ഊരിട്ടാൽ മതി. അപ്പോൾ ഞാൻ പിന്നെ ഇട്ട് നോക്കിയതിന് ശേഷം പിന്നെ ഒന്നും കൂടി ശരിയാക്കി തട്ടത്. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നല്ല ഉഷാറായിക്കണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൻ്റെ ഉള്ളിൽ കൊന്നു അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തതിൻ്റെ ശേഷം പിറ്റേന്നിട്ടാ. ഇപ്പോൾ വൈകുന്നേരമുള്ള മഴ. അപ്പോൾ പിന്നെ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ആക്കിയതാട്ടത്. അപ്പോൾ അൾമാറിൻ്റെ ഉള്ളിൽ ഒരു പിന്നെ ഇത് ആങ്ങർ വെക്കാനുള്ള ഒരു വടിയുണ്ട്. അതുമ്മൽ കൊന്ന് കെട്ടി. പിന്നെ വാതിലിൻ്റെ അങ്ങോട്ടൊക്കെ ഈ ഇതായതുകൊണ്ട് നമുക്ക് കുറ്റിയിടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടാ. ഈ വണ്ണം കുറഞ്ഞ കയറല്ലേ, അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങോട്ടൊന്ന് കെട്ടി, പിന്നെ ഇങ്ങോട്ടൊന്ന് കെട്ടി. അപ്പോൾ നമുക്ക് എല്ലാം ഇടാനുള്ള സൗകര്യം നമ്മളെ റൂമിലാണെങ്കിലും ഡൈനിങ് ഹാളിലൊക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് ആരെങ്കിലും വരുന്ന നേരത്തെ നമുക്ക് ബുദ്ധിമുട്ടില്ലേക്കാരം. അപ്പോൾ ഞാൻ ഒരു മേശൻ്റെ അടുത്തൊരു വടി ആ ഭാഗത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒരു PVC പൈപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ അതാകുമ്പോഴും കെട്ടി. അപ്പോൾ ഒരുപാടായാലും ഇങ്ങനെ കെട്ടി നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. അപ്പോൾ നമുക്ക് പിന്നെ ജനലടക്കല്ല നമ്മൾ കർട്ടൻ താത്തണമെന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ഈ കൊക്കമെന്ന് ഊരിട്ടാൽ മതി. അപ്പോൾ ആ കയറിങ്ങനെ അവിടെ ആ ജനലിൻ്റെ അടുത്ത് അവിടെ നിന്നോളും. പിന്നെ കുട്ടികളൊക്കെ എന്തെങ്കിലും കാട്ടുന്നത് നോക്കിയാൽ മതി. കുട്ടികൾ കയറല്ലേ എന്തെങ്കിലും വികൃതി കാട്ടുന്നത് നോക്കിയാൽ മതി. അല്ലാതെ ഒരു കുഴപ്പമില്ല കേട്ടാ. ഇവിടുന്നാണ്ട് കുളത്തണ്ട് ഊരിട്ടാൽ മതി. അപ്പം നമുക്ക് കർട്ടൻ താത്തും ചെയ്യുക. എല്ലാം യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം ആദ്യം കെട്ടിയിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കർട്ടൻ താത്താൻ കഴിയായിട്ട് വലിയ ഇടങ്ങേറില്ല ഇന്ന്. അപ്പോൾ ഈ മിന്നടിച്ചുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയല്ലേ. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുക. ബെഡ്ഷീറ്റാ തുണികളാ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടാ. പിന്നെ അടിയിൽ നമ്മൾ ബെഡാണിക്കാരം പിന്നെ നിലത്തേക്ക് ഒന്നും തട്ടിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് കഴിച്ചുകാണ്ട് ഇവിടെ ഈ കുളത്തുമെന്ന് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി അതുണ്ടല്ലോ അതുമെന്നുണ്ട് കുളത്തുണ്ട് ഊരിട്ടാൽ മതി. അപ്പോൾ നമുക്ക് കർട്ടൻ താത്ത ഒരു കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിക്കണം കേട്ടോ. പിന്നെ ഈ സോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞങ്ങൾ പിന്നെ ഞാൻ ഇവരൊക്കെ കുട്ടികളതിനൊന്ന് തന്നെ ഇടൽ ഈ അടുപ്പിൻ്റെ മേലെ നമ്മൾ നല്ല തുടച്ച് രാത്രിയല്ല ഉച്ചയ്ക്ക് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ആ ചൂടത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടാൽ ഈ മുട്ടിനിടുന്ന ബാൻഡേജ് പിന്നെ സോക്സ് അതൊക്കെ അവിടെ ഇട്ടാൽ പിറ്റേന്ന് രാവിലെ ഞാൻ വന്ന് എടുക്കേണ്ടത്. ഇത് നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊന്നുമല്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ആ പാത്രം അവിടെ വെച്ചെന്നുള്ളൂ. അപ്പോൾ ആ ചൂടത്ത് ഇങ്ങനെ കിടന്നാൽ നീ വെള്ളമൊക്കെ വറ്റിങ്ങാണ്ട് നല്ല ഉഷാറായി ഉണങ്ങിക്കൊള്ളൂട്ടാ. സോക്സൊക്കെ അങ്ങനെ ഇട്ടാൽ മതി. അങ്ങനെ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നഴ്സറിയിലൊക്കെ പോണ കുട്ടികളുണ്ടെങ്കിലേ സോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളെ ഷെഡ്ഡി അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എല്ലാം തുടച്ച് കണ്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി. നമ്മളെ പണീൻ്റെ നേരമാകുമ്പോൾ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ലൊരു പണിയാണ്. അവിടെ
തുടച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയല്ല. പിന്നെ അപ്പം നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ലാനോ. അപ്പോൾ നല്ലോണം ഉണങ്ങി കിട്ടും. പിന്നെ ഈ ചവിട്ടികൾ ഉണ്ടല്ലോ, ഞാൻ ചവിട്ടി തിരുമ്പി തട്ടത് വെള്ളത്തോടൊക്കെ കൊണ്ടുപോയിക്കാണ്ട് നമ്മളെ പുകക്കുഴലിൻ്റെ ആ ചൂടുള്ള ആ സ്ഥലത്ത് പുറത്ത് ആ കുഴലുമ്മൽ ഇങ്ങനെ പറ്റി അല്ലാണ്ട് പുതച്ച് കൊടുത്താൽ മതി. എന്നാലും നമുക്ക് പിറ്റേന്ന് ചെന്ന് എടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. ഇത് ഉണക്കിയിട്ടൊന്നുമില്ല കേട്ടാ, അച്ചേൽക്ക് കൊണ്ടുപോയിട്ടതാണ്, വെള്ളത്തോടൊക്കെ കൊണ്ടുപോയിട്ടാണ്, ഒരു കുഴപ്പമില്ല കേട്ടാ. അപ്പം നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആരും ചെയ്യണില്ല. ലൈക്ക് ചെയ്യാഞ്ഞാൽ നമ്മളെ ചാനൽ മുന്നിലേക്ക് പോകില്ല കേട്ടാ. അപ്പം നിങ്ങൾ നമ്മളൊന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടാ. നിങ്ങളൊക്കെയാണ് നമ്മളെ ശക്തി. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും ഇൻഷാ അല്ലാഹ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.